ഹൈലൂറോണിക് ആസിഡ് ഒരിക്കലും ഒരു ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻ്റ് അല്ല. ഹൈഡ്രേറ്റ് പോകുമ്പോൾ അത് എന്താ പറയുക, നമ്മുടെ സ്കിൻ കൂടുതൽ ഡ്രൈ ആവുകയാണ് ചെയ്യണത്. അപ്പോൾ ശരിക്കും ഇതിന് ഇത്രയും വലിയൊരു ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഹായ്, എൻ്റെ പേര് ചന്ദന. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഡിബങ്ക് ചെയ്യാൻ പോണത് ഹൈലൂറോണിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കിൻ കെയർ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇപ്പം മാർക്കറ്റിൽ എല്ലായിടത്തും ഈ ഹൈലൂറോണിക് ആസിഡ് ഭയങ്കര എന്താ പറയുക, സിറംസ്, മോയ്സ്ചറൈസേഴ്സ്, ടോണേഴ്സ് എല്ലാറ്റിലും എന്താ പറയുക, ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഭയങ്കരമായിട്ട് ഓവർ ഹൈപ്പ് ചെയ്തിട്ട് പറയുന്നുണ്ട്. സോ ശരിക്കും ഇതിന് ഇത്രയും എന്താ പറയുക ഇഫക്റ്റീവ്നെസ് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഹൈലൂറോണിക് ആസിഡ്? അപ്പോൾ ശരിക്കും ഇതിന് ഇത്രയും വലിയൊരു ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ ഹൈലൂറോണിക് ആസിഡ്? ഹൈലൂറോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമക്റ്റൻ്റ് ആണ്. ഹ്യൂമക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ കുറേ ഹ്യൂമക്റ്റൻസ് ഉണ്ട്. ഗ്ലിസറിൻ, കൊളാജൻ, ഹൈലൂറോണിക് ആസിഡ്, അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഹ്യൂമക്റ്റൻസ് ആയിട്ട്. ഈ ഹ്യൂമക്റ്റൻറ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാലായിട്ട് അത് വെള്ളം ഹോൾഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ വെള്ളത്തിലോട്ട് ഹോൾഡ് ചെയ്യും, വാട്ടർ മോളിക്യൂൾസുമായിട്ട് ഹോൾഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ സ്കിന്നിൻ്റെ ഈ ടോപ്പർ ലെയർ എന്ന് പറയുന്നത് എപ്പിഡെർമിസ്, സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് ഡെർമിസ്. ഈ ഡെർമിസിൽ ഓൾറെഡി ഹൈലൂറോണിക് ആസിഡ് പ്രസൻ്റ് ആണ്. അതായത് ഹൈലൂറോണിക് ആസിഡ് എവിടെ നിന്നാണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ്, വെള്ളം കുടിക്കുന്നത്, അതുപോലെ നമ്മുടെ ഡയറ്റിൽ നിന്നൊക്കെ ഈ ഹൈലൂറോണിക് ആസിഡ് ഓൾറെഡി നമ്മുടെ ബോഡിയിൽ പ്രസൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഹൈലൂറോണിക് ആസിഡ് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിന്ന് ഭയങ്കര പ്ലംപായി വെക്കും, ഭയങ്കര ജ്യൂസി, ഭയങ്കര ലൈക്ക് ഗ്ലോയി ആയിട്ട് വെക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ പറയണത് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് നടക്കും, വെള്ളം മര്യാദ കുടിക്കുകയാണെങ്കിൽ ഒരു ഗ്ലോ കിട്ടും എന്നൊക്കെ പറയാറില്ല. അതുകൊണ്ടാണ് ലൈക്ക് ഈ ഡെർമിസിലുള്ള ഹൈലൂറോണിക് ആസിഡ് നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ മോളിക്യൂൾസുമായിട്ട് ഹോൾഡ് ചെയ്തിട്ട് ഒരു ലൈക്ക് പ്ലംപിനെസ് ക്രിയേറ്റ് ചെയ്യും. ഈ സെയിം തന്നെയാണ് നമ്മുടെ എന്താ പറയുക സ്കിൻ കെയറിൽ വരുമ്പോൾ ഹൈലൂറോണിക് ആസിഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സെയിം സംഭവം തന്നെയാണ്. ലൈക്ക് ഇറ്റ്സ് എ വാട്ടർ മാഗ്നറ്റ് എന്നാണ് പറയണത്. എന്ന് പറഞ്ഞാൽ അടുത്തുള്ള അതിൻ്റെ ഏറ്റവും അടുത്തുള്ള എന്താ പറയുക വാട്ടർ മോളിക്യൂൾസ് ഹോൾഡ് ചെയ്ത് അത് സ്കിന്നിലോട്ട് ഇതായിട്ട് വെക്കും. പക്ഷേ ഹൈലൂറോണിക് ആസിഡ് എഫക്റ്റീവാണത് ഒരു ഒക്ലൂസീവ് എന്ന് പറഞ്ഞ ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ഒരു ഒക്ലൂസീവ് ആയിട്ടുള്ള സംഭവം വെച്ച് ലോക്ക് ചെയ്താലേ അത് എഫക്റ്റ് ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, നമ്മൾ ഹൈലൂറോണിക് ആസിഡ് സിറം ഇട്ടതിന് ശേഷം അപ്പം തന്നെ മോയ്സ്ചറൈസർ, ഒരു നല്ല തിക്ക് മോയ്സ്ചറൈസർ ഇടണം. അല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ അത് സ്കിന്നിൽ നിന്ന് ഇവോപ്പറേറ്റ് ആയി പോവും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചിലർ പറയും ഡ്രൈ സ്കിൻകാർക്ക് ഹൈലൂറോണിക് ആസിഡ് ഒരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണെന്ന്. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വെദർ, അല്ലെങ്കിൽ ലൊക്കേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക ജോഗ്രഫിക്കൽ സംഭവങ്ങൾ. കാരണം അപ്പോൾ ഹൈലൂറോണിക് ആസിഡിൻ്റെ ഏറ്റവും വലിയ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ, ഫങ്ഷൻ എന്നല്ല അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ഏറ്റവും അടുത്ത് വാട്ടർ എവിടെയാണുള്ളത് അത് വലിച്ചെടുക്കും. അപ്പോൾ മേ ബി ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ഭയങ്കര വിൻ്ററാണ്, ആ ടൈമിൽ വാട്ടർ മോളിക്യൂൾസ് ഒന്നും പുറത്തുണ്ടാവത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയറിൽ വാട്ടർ മോളിക്യൂൾസ് ഇല്ലെങ്കിൽ അതെന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ അകത്തെ വാട്ടർ മോളിക്യൂൾസ് അത് അട്രാക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹൈലൂറോണിക് ആസിഡ് സിറം നമ്മളിങ്ങനെ മുഖത്ത് തേക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ മോളിക്യൂൾസ് ഇല്ലെങ്കിൽ അത് സ്കിന്നിൻ്റെ അകത്തുനിന്ന് വലിച്ചെടുത്തിട്ട് അത് ഇവോപ്പറേറ്റ് ആയി പോവും, വാട്ടർ സ്കിന്നിൽ നിന്ന് ഇവോപ്പറേറ്റ് ആയി പോവും. അപ്പോൾ അതൊരു ഗുഡ് മോയ്സ്ചറൈസർ, ഒരു ഒക്ലൂസീവ് മോയ്സ്ചറൈസർ തേച്ചിട്ടില്ലെങ്കിൽ അതെന്തായാലും ഇവോപ്പറേറ്റ് ആയി പോവും. അതാണ് ഹൈലൂറോണിക് ആസിഡിൻ്റെ ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ്. ഡ്രൈ സ്കിൻകാരെല്ലാവരും ഹൈലൂറോണിക് ആസിഡ് യൂസ് ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഇറ്റ് ഡിപ്പെൻസ്. ഫോർ എക്സാമ്പിൾ സമ്മറൊക്കെ ആണെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി ഉണ്ടാവും, അപ്പോൾ ആ ടൈമിൽ യൂസ് ചെയ്താൽ കുഴപ്പമുണ്ടാകത്തില്ല. അതൊരു വെതർ അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ എന്താ പറയുക, ഈ ഇൻഫ്ലുവൻസേഴ്സ് പറയണത് കേട്ടിട്ട് എല്ലാവരും ഇങ്ങനെ ഡ്രൈ സ്കിൻ ഹൈലൂറോണിക് ആസിഡ് ബെസ്റ്റ് ഫോർ ഡ്രൈ സ്കിൻ എന്നൊക്കെ പറഞ്ഞ് കേട്ട് മേടിക്കരുത്. ഈ ഇൻഫ്ലുവൻസേഴ്സ് പറയണത് കേട്ടിട്ട് എല്ലാവരും ഇങ്ങനെ ഡ്രൈ സ്കിൻ ഹൈലൂറോണിക് ആസിഡ് ബെസ്റ്റ് ഫോർ ഡ്രൈ സ്കിൻ എന്നൊക്കെ പറഞ്ഞ് കേട്ട് മേടിക്കരുത്. പിന്നെന്ന് പറഞ്ഞാൽ ഒരു വലിയ മിത്ത് എന്ന് പറഞ്ഞാൽ
ഹൈലൂറോണിക് ആസിഡ് പെൻട്രേറ്റ്സ് ഡീപ്പർ ഇൻ ടു ദ സ്കിൻ. ഹൈലൂറോണിക് ആസിഡിൻ്റെ എന്താ പറയുക മോളിക്കുലാർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. ഹൈ മോളിക്കുലാർ HA ആണ് മോസ്റ്റ് സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസിൽ യൂസ് ചെയ്യണത്. സോ ഇറ്റ് വോണ്ട് പെനിട്രേറ്റ്, അത് ഡീപ്പർ ലെയർ ഓഫ് സ്കിന്നിലോട്ട് പെനിട്രേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ പെനിട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊരു ടെമ്പററി എഫക്റ്റ് മാത്രമാണ് തരുന്നത്. ടെമ്പററി ആയിട്ടുള്ള ഒരു എഫക്റ്റ് മാത്രമാണ് തരുന്നത്. മുഖത്തൊരു ഓഫ് കോഴ്സ് പ്ലംപിനെസ് തരും, അതുപോലെ ഒരു ഗ്ലോ തരും. അത് ഒരു ടെമ്പററി എഫക്റ്റാണ്, അല്ലാണ്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമല്ല. അപ്പം അങ്ങനെയൊക്കെ കൊളാജൻ എന്താ പറയുക സ്കിൻ പ്ലംപ് ചെയ്യും. അത് എന്താ പറയുക ആൻറ്റി ഏജിങ് ഇൻഗ്രീഡിയൻ്റ് എന്നൊക്കെ പറയുമ്പോൾ അതും ഒരു ടെമ്പററി എഫക്റ്റാണ്. കൊളാജൻ നമ്മൾ ഉള്ളിലോട്ട് കഴിച്ചാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. ബട്ട് നമ്മൾ പുറത്ത് തേക്കുമ്പോൾ സെയിം കൊളാജൻ മോളിക്യൂൾസും ഭയങ്കര ഹൈ മോളിക്കുലാർ വെയിറ്റ് ആണ്. അതും ചെയ്യണത് സെയിം ആണ്, ഹോൾഡ് ഓൺ ടു ദ വാട്ടർ. അപ്പോൾ ഒരു ടെമ്പററി എന്താ പറയുക ഗ്ലോ, ഒരു ചബിനെസ്സും കാര്യങ്ങളും കിട്ടും. അല്ലാണ്ട് കൊളാജൻ എന്നാലും കൊളാജൻ പെപ്റ്റൈഡ്സ് എന്നാലും പെൻട്രേറ്റ് ചെയ്യും. കൊളാജൻ വെറുതെ കൊളാജൻ മോയ്സ്ചറൈസേഴ്സ് മുഖത്ത് തേച്ചിട്ട് വലിയ അത് പെനട്രേറ്റ് ആകത്തില്ല. അതുപോലെ തന്നെയാണ് ഹൈലൂറോണിക് ആസിഡും. എനിക്ക് തോന്നുന്നു ഹൈലൂറോണിക് ആസിഡിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ഹ്യൂമക്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിന് ലോ മോളിക്കുലർ വെയിറ്റ് ആണ്. എന്താ പറയുക ഞാൻ റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ ഗ്ലിസറിൻ ആയിരിക്കും. ഗ്ലിസറിൻ ലോ മോളിക്കുലർ വെയിറ്റ് ആണ്. സോ നന്നായിട്ട് ഡീപ്പർ ലെയർ ഓഫ് സ്കിന്നിലോട്ട് പെനട്രേറ്റ് ചെയ്യും. വിത്തിൻ സ്കിൻ എന്താ പറയുക പ്ലംപിങ് എന്താ പറയുക ഇതാക്കാനും എല്ലാതും പറ്റും. പിന്നെ അതുപോലെ തന്നെ ഗ്ലിസറിൻ ഒരു ഹ്യൂമക്ടൻ്റ് ആണ്, അത് ഹൈഡ്രേറ്റഡ് ആക്കും. ആസിഡിൻ്റെ വേറൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹൈപ്പ് കൊടുക്കുന്ന സംഭവം ഹൈലൂറോണിക് ആസിഡ് ഹൈഡ്രേറ്റഡ് ആണെന്നാണ്. ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഹൈലൂറോണിക് ആസിഡ് ഒരിക്കലും ഒരു ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻ്റ് അല്ല. ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻ്റ് എന്താ ചെയ്യുക? ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക സ്കിന്നിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് ആ ഒരു ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംഭവത്തിനാണ് ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്. ഹൈലൂറോണിക് ആസിഡ് എന്താ ചെയ്യണത്? ഏറ്റവും അടുത്ത് ചിലപ്പോൾ അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലാകാം, ചിലപ്പോൾ അത് സ്കിന്നിലായിരിക്കും. ഏറ്റവും അടുത്ത് അതിന് ഏത് വാട്ടർ മോളിക്യൂൾസ് ആണുള്ളത് അതിലോട്ട് ഹോൾഡ് ചെയ്ത് അത് ആ ഹൈലൂറോണിക് ആസിഡിൻ്റെ ആ മോളിക്യൂൾസിനായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കും. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ സർഫസിലാണ് ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും അടുത്ത് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അത് അതിലോട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കും. അതങ്ങനെ ഇവോപ്പറേറ്റ് ആയി പോകും, അതങ്ങനെ ഇവോപ്പറേറ്റ് ആയി കളയും. സോ അതൊരു ഹൈഡ്രേഷൻ തരുന്നില്ല. അങ്ങനെ ഇവോപ്പറേറ്റ് ആയി പോകുമ്പോൾ അത് എന്താ പറയുക നമ്മുടെ സ്കിൻ കൂടുതൽ ഡ്രൈ ആവുകയാണ് ചെയ്യണത്. സോ ഒരിക്കലും ഹൈലൂറോണിക് ആസിഡ് ഒരു ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻ്റ് അല്ല. ഒരു മിത്ത് എന്ന് പറയണത് ഹൈലൂറോണിക് ആസിഡിന് അതിൻ്റെ വെയിറ്റിൻ്റെ 1000 വെയിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാ ഹൈലൂറോണിക് ആസിഡ് സിറത്തിൻ്റെ എന്താ പറയുക മാർക്കറ്റ് ചെയ്യണത് അങ്ങനെയാണ്. ഇപ്പോൾ ഹൈലൂറോണിക് ആസിഡ് അതിൻ്റെ വെയിറ്റിൻ്റെ 1000 ഇരട്ടി വാട്ടർ മോളിക്യൂൾസ് ഹോൾഡ് ചെയ്യും. ഇതൊരിക്കലും സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. ഇത് ജസ്റ്റ് എന്താ പറയുക ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് ഗിമിക്കാണ്. അതൊരിക്കലും പ്രൂവൺ അല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ പറയുക കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ വരുത്തുന്ന എന്തെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ വീഡിയോ എടുക്കണതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ